ഈ ചെയ്ത കർമ്മങ്ങൾ ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction to be experienced by the actor. അത് ആക്ടർ തന്നെ അനുഭവിച്ചു തീർക്കണം. അപ്പം അതിനെന്താ ചെയ്യുക? എൻ്റെ മുമ്പിലുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാവുള്ളൂ, ഇല്ലെങ്കിൽ മനസ്സിലാവില്ല. നമ്മളെല്ലാം ചെയ്യുന്ന ദുഷ്ടകർമ്മങ്ങൾ, ആ ദുഷ്ടകർമ്മങ്ങൾക്ക് തുല്യമായ ശിക്ഷ നമ്മൾ അനുഭവിക്കണം. ആ ശിക്ഷ പ്രകൃതി നമുക്ക് തരുന്നു എന്ന് വിചാരിക്കാം. ദൈവമല്ല, ഈശ്വരനുമല്ല. പ്രകൃതിയുടെ ബാലൻസ് നിറവേറ്റാൻ നമ്മൾ ചെയ്യുന്ന ദുഷ്ടകർമ്മങ്ങൾക്ക് ശിക്ഷ പ്രകൃതി തരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഒരാൾക്ക് തോന്നി, പ്രകൃതി എൻ്റെ ദുഷ്ടകർമ്മത്തിന് ശിക്ഷ തരുന്നത് വരെ ഞാൻ കാത്തിരിക്കുന്നില്ല, ഞാൻ തന്നെത്താനെ ആ ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാണ് എന്ന് തോന്നിയെന്ന് വിചാരിക്കുക. ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി? ഞാൻ പ്രകൃതിയുടെ ശിക്ഷയ്ക്ക് കാത്തു നിൽക്കുന്നില്ല. ഞാൻ ചെയ്തിരിക്കുന്ന ദുഷ്ടകർമ്മത്തിൻ്റെ അനുസരിച്ച് 50 കിലോ പാപത്തിൻ്റെ അനുഭവം ഞാൻ അനുഭവിച്ച് തീർക്കണം. അപ്പോൾ പ്രകൃതി അതിൻ്റെ ശിക്ഷ തരുന്നതിന് മുമ്പ് ഞാൻ തീരുമാനിച്ചു ആ ശിക്ഷ സ്വയം അനുഭവിക്കാൻ. അപ്പം ചെരുപ്പിടാതെ, കവറിങ് ഇല്ലാതെ, കരിമല കയറ്റം കഠിനമെൻ്റെ അയ്യപ്പ എന്നും പറഞ്ഞ് നേരെ ആ കല്ലും മുള്ളും കാലിക്ക് മെത്തയായിട്ട് ശബരിമല വരെ പോയി തിരിച്ചു വന്നു എന്ന് വിചാരിക്കുക. വന്നപ്പോഴത്തേക്ക് ഒരാൾ ചോദിക്കുക, താൻ എന്തെങ്കിലും അനുഭവിച്ചോടോ? എന്തുട്ടാടോ താൻ പറയുന്നത്? കയറിയപ്പോൾ മഴ, മൊത്തത്തിൽ അട്ട, എൻ്റെ ശരീരം മൊത്തത്തിൽ അട്ട കയറി, എനിക്ക് മുമ്പോട്ടും പോകാൻ വയ്യ, പുറകോട്ടും അനുഭവിക്കും. എന്തൊരു അനുഭവമായിരുന്നു ആ മുകളിലേക്ക് ശബരിമലയിൽ പോയപ്പോൾ എന്നറിയോ? ഇത്രയും കാലം ഇങ്ങനെയൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. അപ്പം മറ്റേ ആൾ പറഞ്ഞു എന്ന് വിചാരിക്കുക, 50 കിലോ അനുഭവിച്ച് തീർക്കേണ്ടതിൻ്റെ 10 കിലോ അനുഭവിച്ചു തീർത്തു. ഇനി എത്ര അനുഭവിക്കാനുണ്ട്? 40 കിലോ. ഇതിപ്പോൾ ശബരിമലയ്ക്ക് 3500 അടി പൊക്കേ ഉള്ളൂ. ഞാൻ പോയത് കൈലാസത്തിൽ 22,750 അടി പൊക്കം. 22,750 അടി പൊക്കം, 52 കിലോമീറ്റർ പ്രദക്ഷിണം നടന്നു വെക്കണം. ഒരൊറ്റ മനുഷ്യനില്ല. അൽസേഷൻ പട്ടികളെ പോലെ കുറേ പട്ടികൾ. ഒരു സാധനവും വഴിയിൽ കിട്ടില്ല. വീണാൽ വീണത് തന്നെ പുറത്തെ ടെമ്പറേച്ചർ -10 ഡിഗ്രി സ്നോ ഇങ്ങനെ വീഴുന്നുണ്ട്. 5ഉം 6ഉം കുപ്പായ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് നമ്മൾ റെയിൻ കോട്ട് ഇട്ടിട്ടുണ്ട്. റെയിൻ കോട്ട് ഇട്ടത് കൊണ്ട് ശരീരത്തിൻ്റെ വിയർപ്പ് പുറത്തേക്ക് പോവില്ല. പിന്നെ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ഈ ശരീരം അങ്ങ് ചുക്കി ചുളിഞ്ഞപ്പോൾ പാൻറ്റൊക്കെ ലൂസായി. 6 പാൻറ്റ് ഇട്ടുകൊണ്ട് കയറിയപ്പോൾ ഈ പാൻറ്റ് ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് കയറൊട്ട് കിട്ടാനില്ല. മനുഷ്യരുള്ള സ്ഥലമല്ല, ഹിമാലയത്തിൻ്റെ മുകളിലാണ്. ഇതിങ്ങനെ പൊക്കി പിടിച്ചോണ്ട് പിന്നെ ഈ ഷൂസും ഇട്ടോണ്ട് 7 സോക്സും ഇട്ടോണ്ട്, കയ്യിൽ ലെതറിൻ്റെ സോക്സും അകത്ത് ഊളൻ സോക്സും ഇട്ടോണ്ട്, തിന്നാനൊന്നുമില്ലാതെ പ്രദക്ഷിണം വെച്ച് വന്നു എന്ന് വിചാരിക്കുക. ഞാൻ അങ്ങനെ വന്നു 3 ദിവസം കൊണ്ട് 52 കിലോമീറ്റർ നടന്നു വന്നാൽ 50 കിലോ അനുഭവിച്ച് തീർക്കാനുള്ളതിൽ എത്ര അനുഭവിച്ച് തീർത്തിട്ടുണ്ടാവും? വെറുതെ ഞാനൊരു നിങ്ങളോട് ഉത്തരം ചോദിക്കുകയല്ല, അത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കണം. അപ്പം പ്രകൃതി തരുന്ന ശിക്ഷയ്ക്ക് മുമ്പ് നമ്മൾ തന്നെ അങ്ങ് കൈലാസം വരെ പോയി അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ച് തീർത്ത് കഴിയുമ്പോൾ ഒന്ന് മനസ്സിലാവും, 50 കിലോ അനുഭവിച്ച് തീർക്കാനുള്ളതിൽ 40 കിലോ തീർന്നു, ഇനി 10ഉം കൂടിയേ ഉള്ളൂ. അപ്പം യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ദുഷ്ടകർമ്മങ്ങൾക്ക് പരിഹാരകർമ്മം എന്നൊന്നുണ്ട്. അതിന് പറയുന്ന പേര് പ്രായശ്ചിത്ത കർമ്മം. അപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മമുണ്ട്, അത് ആർജിത കർമ്മം. ഇപ്പം ചെയ്യുന്ന കർമ്മത്തിന് പേരുണ്ട് പ്രാരബ്ധ കർമ്മം. കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മത്തിന് സഞ്ചിത കർമ്മം. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ സഞ്ചിത കർമ്മം, ഈ ജന്മത്തിൽ തുടക്കം മുതൽക്ക് ഇന്ന് വരെ ആർജിത കർമ്മം, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രാരബ്ധ കർമ്മം. ഇതിൻ്റെ മൂന്നിൻ്റെയും നെഗറ്റീവുകൾ ഇറേസ് ഔട്ട് ചെയ്യാൻ നമ്മൾ സ്വയം കുറച്ച് പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്താൽ മതി.
ഇനി പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്യുന്ന വേറൊരു രീതിയുണ്ട്. ഒന്ന് സ്വയം ദുഃഖം അനുഭവിച്ച് നമ്മൾ ആ കർമ്മഫലങ്ങൾ ഇല്ലാതെയാവും. ഇനി വേറൊരു രീതിയുണ്ട്. എൻ്റെ ബാങ്ക് ബാലൻസ് 10,000 രൂപയുണ്ടെന്ന് വിചാരിക്കുക. അത് മുഴുവനും എനിക്ക് സന്തോഷിക്കാനുള്ളതാണ്. ആ സന്തോഷിക്കാനുള്ള സന്തോഷം ഞാൻ വേണ്ടെന്ന് വെച്ചു എന്ന് വിചാരിക്കുക. എന്നിട്ട് ആ 10,000 രൂപ അനാഥാലയത്തിന് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പം ഞാൻ അനുഭവിച്ച് തീർക്കാനുള്ള സന്തോഷം അനുഭവിച്ചിട്ടില്ല എങ്കിൽ എൻ്റെ സത്കർമ്മഫലം അവിടെ തന്നെ ഉണ്ട്. സത്കർമ്മഫലവും ദുഷ്കർമ്മഫലവും തട്ടിക്കിഴിക്കുക. കേട്ടിട്ടുണ്ടോ വാക്ക്? ബുദ്ധിമുട്ടുണ്ടോ മനസ്സിലാക്കാൻ? കുറേ നല്ല കർമ്മം ചെയ്തു, കുറേ ചീത്ത കർമ്മം ചെയ്തു, എല്ലാം കൂടി തട്ടിക്കിഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഒരാൾക്ക് 500 രൂപ കടം കൊടുക്കാനുണ്ട്. അയാൾ എനിക്ക് 100 രൂപ 200 രൂപ 50 രൂപയായിട്ട് കുറേ ഇങ്ങോട്ടും തരാനുണ്ട്. അവസാനം രണ്ടുപേരും കൂടി ആ മാസം അവസാനം ഇരുന്ന് ഞാൻ തനിക്ക് എത്ര തരാനുണ്ട്, താൻ എനിക്ക് എത്ര തരാനുണ്ടെന്നെല്ലാം കൂടി നോക്കാം. എല്ലാം കൂടി തട്ടി കിഴിച്ചിട്ട് അവസാനം എത്ര പറയും? തട്ടി കിഴിക്കാന്നല്ലേ ആലപ്പുഴയിൽ പറയാ. തട്ടി കിഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ തോമസ് ഐസക്ക് പറഞ്ഞത് തന്നെയാണ്. അർത്ഥം മനസ്സിലായല്ലോ ഇല്ലേ? അതായത് കിട്ടാനുള്ളതെല്ലാം ചേർത്തു, കൊടുക്കാനുള്ളതെല്ലാം കൂടി ചേർത്ത് ബാക്കി എത്രയാണ്? അത് തന്നെയാണ് ചെയ്ത നല്ല കർമ്മങ്ങളെല്ലാം നമ്മൾ എഴുതി വെച്ചു, ചെയ്ത ചീത്ത കർമ്മങ്ങളും എഴുതി വെച്ചു. അവസാനം നമ്മളത് തട്ടിക്കിഴിച്ച് കഴിയുമ്പോൾ കുറച്ച് തിന്മകളേ ഉള്ളൂ, കുറേ നന്മകൾ ചെയ്തിട്ടുണ്ട്. ഇനി ആ തിന്മകൾ കൂടി ഇല്ലാതെയാക്കാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എല്ലാവരോടും പറയുന്നു. ഈ നല്ല പണക്കാരുടെ വീട്ടിൽ വിവാഹം കഴിഞ്ഞ് അവരുടെ വീട്ടിൽ നിന്ന് എച്ചിലല പുറത്തിടുമ്പോൾ ആ എച്ചിലലയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഭിക്ഷക്കാരെ ഒന്ന് കാണുക. അച്ഛൻ്റെയും അമ്മയുടെയും വികാരത്തിമർപ്പിൽ ഒരു കുട്ടിക്ക് ജന്മം നൽകി ഏതോ അനാഥാലയത്തിൽ ഉപേക്ഷിച്ചു പോയ ആ കുട്ടിയുടെ അടുത്ത് ചെന്നൊന്ന് തലോടുക. വാർദ്ധക്യത്തിൻ്റെ പരമകാഷ്ടയിൽ കട്ടിലിൽ കിടന്ന് ഉരുണ്ട് ശരീരത്തിലെ തൊലി പോയി പൊള്ളി പുഴുത്ത് പഴുത്ത് സ്മെല്ല് വരുന്നവരുടെ അടുത്ത് ചെന്നിരുന്ന് ഒന്ന് ആശ്വസിപ്പിക്കുക. സാധിക്കുമെങ്കിൽ 3 മാസത്തിലൊരിക്കൽ ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറിക്കകത്തൊന്ന് കയറുക. മോർച്ചറിക്കകത്ത് കയറി അവിടുത്തെ ഡെഡ് ബോഡിയോടൊന്ന് സംസാരിക്കുക. ചങ്കൂറ്റം ഉണ്ടെങ്കിൽ പേടിക്കാനൊന്നുമില്ല. ചിലപ്പോൾ ചില ഡെഡ് ബോഡിയൊക്കെ എഴുന്നേറ്റ് വരും. പലപ്പോഴും മരിക്കുന്നതിന് മുമ്പ് അകത്തിടാറുണ്ട് ചിലർ. അപ്പോൾ എഴുന്നേറ്റ് വരും, പേടിക്കാനൊന്നുമില്ല. കാരണം നമ്മൾ ഒരു ദിവസം അവിടെ കിടക്കേണ്ടവരാ. ആ രീതിയിൽ തന്നെ ഇതെല്ലാം ഒന്ന് അനുഭവിച്ചു നോക്കുക. ഈ അനുഭവിക്കലാണ് യഥാർത്ഥത്തിൽ തിന്മകളുടെ ക്വാണ്ടിറ്റി കുറയ്ക്കാനും നന്മകളുടെ ക്വാണ്ടിറ്റി കൂട്ടി ഇതെല്ലാം ഒന്ന് അനുഭവിച്ചു നോക്കുക. ഈ അനുഭവിക്കലാണ് യഥാർത്ഥത്തിൽ തിന്മകളുടെ ക്വാണ്ടിറ്റി കുറയ്ക്കാനും നന്മകളുടെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് തിന്മകൾ ഇറേസ് ഔട്ട് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നത്. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. നമ്മൾ ചെയ്തു കൂട്ടിയ നന്മകൾ സന്തോഷത്തോടു കൂടി അനുഭവിച്ച് തീർക്കാം. നമ്മൾ ചെയ്തു കൂട്ടിയ തിന്മകൾ നിങ്ങൾ ചെയ്തു കൂട്ടി എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നർത്ഥത്തിലാണ്. അപ്പോൾ ആ തിന്മകൾ നമ്മൾ അനുഭവിച്ച് തീർക്കാൻ പാകത്തിന് പ്രകൃതി നമുക്ക് ശിക്ഷ തരുന്നതിന് മുമ്പ് നമ്മൾ സ്വയം ആ ശിക്ഷ ഏറ്റെടുത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യുന്നു. തീർത്ഥയാത്രയ്ക്ക് പോകുന്നു. ഞാൻ കൈലാസത്തിൽ പോയപ്പോൾ പറഞ്ഞൊരു കാര്യം, പുസ്തകം എഴുതിയിട്ടുണ്ട് ഞാൻ. MG രാമചന്ദ്രൻ എന്ന് കേട്ടുകയാണ്, തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ മകളുടെ മകള് അത് തമിഴിലേക്കും ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ആ യാത്രയിൽ കാഠ്മണ്ഡു കഴിഞ്ഞ് ഹിമാലയം വരെ ഈ ടിബറ്റിലൂടെ 5 ദിവസം അങ്ങോട്ടും 6 ദിവസം അങ്ങോട്ടും 6 ദിവസം ഇങ്ങോട്ടും പിന്നെ ദർശനിലൊരു ദിവസം പിന്നെ 3 ദിവസം കൈലാസത്തിലും കഴിഞ്ഞ് വരുമ്പോൾ ഒരൊറ്റ സ്ഥലത്ത് ടോയ്ലറ്റ് എന്ന സാധനം ഇല്ല. ഒറ്റ സ്ഥലത്തില്ല. മാത്രമല്ല, ഇനി എവിടെയെങ്കിലും ധാരാപ്പൂക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തുണ്ട് 10 ടോയ്ലറ്റ് ഒരുമിച്ച, അതിൻ്റെ ഇടയ്ക്ക് മറയൊന്നുമില്ല. ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഒരുമിച്ചിരുന്നോളണം.
ഇതെല്ലാം കൂടി കഴിഞ്ഞ് ഇങ്ങോട്ട് അതിനകത്തേക്ക് കയറിയാൽ തലേ ദിവസം തിന്നതും കൂടി അടിച്ച് കലക്കി ഒമിറ്റ് ചെയ്ത് അവിടെ തീർക്കും. ഈ ടോയ്ലറ്റിൻ്റെ ചുവട്ടിൽ മുഴുവനും പന്നികളും യാക്കുകളും അൽസേഷൻ പട്ടികളെ പോലെയുള്ളതുമാണ്. അതിൻ്റെ തലയിലേക്ക് തന്നെയാണ് ഇതൊക്കെ വീഴുന്നത്. ഈ സീനൊക്കെ കണ്ട് പിന്നെ വെള്ളം തൊടാൻ നിവൃത്തിയില്ല, ഐസാണ്. അപ്പോൾ പിന്നെ പേപ്പറേ ഉള്ളൂ. അതെല്ലാം കൂടി ശരീരം തുടയ്ക്കാൻ നിവൃത്തിയില്ല, അത്ര തണുപ്പാണ്. അതേപോലെ തന്നെ ശരീരത്തിൻ്റെ ഡ്രസ്സ് ഊരാൻ നിവൃത്തിയില്ല, ഊരിക്കഴിഞ്ഞാൽ വിറങ്ങലിച്ചു പോവും. ഇങ്ങനെയുള്ള 8, 10, 11 ദിവസം ശരീരത്തിൽ ഒരേ ഡ്രസ്സിട്ട് ഇതൊക്കെ കൂടി പ്രദക്ഷിണം വെച്ച് തിരിച്ചു വരുമ്പോൾ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? മഹാദേവ, അനുഭവിച്ചു തീർക്കാനുള്ളതെല്ലാം അനുഭവിച്ചു തീർത്തു. അപ്പം പിന്നെ എന്ത് സംഭവിച്ചു? കൈലാസത്തിൽ പോയാൽ സ്വർഗം കിട്ടും. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ചെയ്തു കൂട്ടിയ ദുഷ്ടകർമ്മ ബലം എല്ലാം തീർന്നു. ദുഷ്കർമ്മ ബലം തീർന്നു, ആ ദുഷ്കർമ്മത്തിൻ്റെ ശിക്ഷ നരകവും തീർന്നു. പിന്നെ ഏതാ ഉള്ളത്? പിന്നെ സത്കർമ്മ ബലങ്ങളേ ഉള്ളൂ. ആ സത്കർമ്മ ബലത്തിൻ്റെ പ്രതിഫലം ഏതാണ്? സ്വർഗമാണ്. അപ്പം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കൈലാസത്തിൽ പോയാൽ സ്വർഗം കിട്ടുക, പുണ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ ചെയ്ത തിന്മകൾ, പാപങ്ങൾ ഇറേസ് ഔട്ട് ചെയ്യത്തക്ക വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്ത് പിന്നെ അവശേഷിച്ചിരിക്കുന്നത് നമ്മൾ ചെയ്ത നല്ല കർമ്മങ്ങളും ആ കർമ്മങ്ങളുടെ പ്രതിഫലങ്ങളും ഫലങ്ങളുമാണ്. അത് പുണ്യവും സ്വർഗവുമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത് കൈലാസത്തിൽ പോയാൽ സ്വർഗം കിട്ടും, ഭാഗവതം വായിച്ചാൽ സ്വർഗം കിട്ടും. എന്താ അങ്ങനെ പറയാൻ കാരണം? വളരെ സിമ്പിള്. അന്ന് വരെ മനസ്സിനകത്ത് ധാരാളം വാശിയും പകയും ഉണ്ടായിരുന്നു. ഭാഗവതത്തിൻ്റെ അർത്ഥം പദാനുപദം പഠിച്ചു. ഈ പലരും ഭാഗവതം വായിക്കുന്നുണ്ട്, എന്ത് സ്പീഡിലാണ് വായിക്കുന്നത്. പ്രധാനപ്പെട്ട ഈ 2 വരി വായിച്ചാൽ പോരെ, ഇത് മുഴുവനും വായിച്ചിട്ട് എന്തിനാ മനുഷ്യനെ ബോറടിപ്പിക്കുന്നത്? അപ്പോൾ കുറച്ച് നല്ല രീതിയിൽ വായിച്ച് അതിൻ്റെ സന്ദേശങ്ങൾ കഥകളിലൂടെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ മനസ്സിനകത്ത് അന്ന് വരെയുള്ള തിന്മകളെല്ലാം ഭാഗവതം കേട്ടിട്ട് ഇല്ലാതെ. അപ്പോൾ മനസ്സിലെ തിന്മകൾ പോയാൽ പിന്നെ മനസ്സിൽ നിന്ന് വരുന്നത് നന്മ നിറഞ്ഞ ചിന്തകളായിരിക്കും, അതിൽ നിന്ന് നന്മ നിറഞ്ഞ കർമ്മങ്ങളായിരിക്കും, അതിൽ നിന്ന് നന്മ നിറഞ്ഞ കർമ്മബലങ്ങൾ. ആ കർമ്മബലത്തിൻ്റെ പേരാണ് പുണ്യമെന്ന്, ആ കർമ്മത്തിൻ്റെ പ്രതിഫലത്തിൻ്റെ പേരാണ് സ്വർഗം. അപ്പോൾ ഭാഗവതം വായിച്ചാൽ എങ്ങനെയാ പുണ്യം കിട്ടുക? മനസ്സിനകത്തെ തിന്മകളെ കഴുകിക്കളഞ്ഞ് നന്മകൾ നിറയ്ക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഭാഗവതം വായിച്ചാൽ പുണ്യം കിട്ടുമെന്ന് പറയാം. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 85 വയസ്സ് വരെ ജീവിക്കുന്ന നമ്മൾ, സുകുമാർ അഴീക്കോട് 86 എന്ന് തോന്നുന്നു, സായിബാബയുടെ പ്രായമായി. യഥാർത്ഥത്തിൽ ഒരിക്കൽ സുകുമാർ അഴീക്കോട് പറഞ്ഞിരുന്നു, അതാ അമൃതാനന്ദമയി പലരെയും കെട്ടിപ്പിടിക്കുമ്പോൾ വികാരം ഉണ്ടാവില്ലേ എന്നാ. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാനത് കോഴിക്കോട് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിരുന്നു, അതാത് മക്കളെ അതാത് സമയത്ത് കെട്ടിച്ചയക്കാൻ പറ്റാത്തതിൻ്റെ കുഴപ്പമാണ് ഇതൊക്കെ. പിന്നെ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, താൻ എനിക്കിട്ട് വെച്ചു അല്ലേ. യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പത്രമാധ്യമങ്ങളിൽ നിറയാനും അല്ലെങ്കിൽ പ്രസിദ്ധിക്കും പേരിനും വേണ്ടി മാത്രം പ്രവർത്തിക്കാതെ നമ്മുടെ മുമ്പിൽ എത്രയോ നന്മകൾ പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, എല്ലാവരുടെയും മനസ്സിന് നന്മ വരുത്തുന്ന കുറേ കാര്യങ്ങൾ, പലരുടെയും ശരീരത്തിന് നന്മ വരുത്തുന്ന കുറേ കാര്യങ്ങൾ, അനവധി കുടുംബങ്ങളുടെ ജീവിതത്തിൽ നന്മ വരുത്തുന്ന കാര്യങ്ങൾ, നമ്മുടെ സമൂഹത്തിൽ നന്മ വരുത്തുന്ന കാര്യങ്ങൾ, നമ്മുടെ രാഷ്ട്രത്തിൽ നന്മ വരുത്തുന്ന കാര്യങ്ങൾ, ഇത് ചെയ്താൽ ഈ കാര്യങ്ങൾക്ക് പറയുന്ന പേരാണ് സത്കർമ്മങ്ങൾ. ആ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് പോയാൽ കർമ്മഫലങ്ങൾ നന്നാവും. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ചോദ്യം, ഹൗ ലോങ് യു ആർ ലിവിങ് ആൻഡ് ഹൗ യു ആർ ലിവിങ്. എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതിനേക്കാളും ജീവിക്കുന്നിടത്തോളം എങ്ങനെ ജീവിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ്? ഐ ആം ലിവിങ് എ യൂസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, പർപ്പസ്ഫുൾ ആൻഡ് പീസ്ഫുൾ ലൈഫ്. ഐ ആം ലിവിങ് എ യൂസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, പർപ്പസ്ഫുൾ ആൻഡ് പീസ്ഫുൾ ലൈഫ്. അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ സാധിച്ചാൽ അതിന് ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ, എന്താ അയാൾക്ക് വല്ല കുറവുണ്ടോ? സ്വർഗ സമാനമായ ജീവിതമല്ലേ അയാൾ നയിക്കുന്നത്.
സ്വർഗസുഖമല്ലേ അയാൾ നയിക്കുന്നതെന്ന് ചിലർ പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? അയാൾക്കിപ്പോൾ ജീവിതത്തിൽ മുൻപോട്ടുള്ള പ്രയാണത്തിൽ തടസ്സങ്ങളൊന്നുമില്ലാത്ത അവസ്ഥ. അതിൻ്റെ പേരാണ് സ്വർഗം. ബൈബിളിലും ഖുറാനിലും പറഞ്ഞിരിക്കുന്ന ഹെവൻ അല്ല ഭാരതത്തിലെ സ്വർഗം. ഭാരതത്തിലെ സ്വർഗം സുഗതി എത്ര ഭവതി തത്ര ഏവ സ്വർഗ. ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ദുഃഖങ്ങളും വേദനകളും തടസ്സങ്ങളും ഇല്ലാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഇന്നുവരെ ചെയ്തിരിക്കുന്ന കർമ്മങ്ങൾ നന്മ നിറഞ്ഞതായിരിക്കണം, കർമ്മഫലങ്ങൾ നന്മ നിറഞ്ഞതായിരിക്കണം. ആ നന്മ നിറഞ്ഞ കർമ്മങ്ങളും കർമ്മഫലങ്ങളും ഉണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള പ്രയാണം ഉജ്ജ്വലമായി തീരും. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ എന്തു പറയുന്നു? നമിക്കിലുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം, നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. എന്ത് അന്വർത്ഥമായ വരിയാണ്! നമ്മുടെ കർമ്മത്തിൻ്റെ ബലം തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. രാവണൻ എന്തുകൊണ്ട് ശ്രീരാമൻ്റെ അസ്ത്രമേറ്റ് വീണ് മരണമടയേണ്ടി വന്നു? വില്ലാളി വീരൻ, വീരശൂര പരാക്രമി, 10 തലയുടെ കപ്പാസിറ്റിയുള്ള രാക്ഷസ കുലത്തിൽ ജനിച്ച ആള് ചെയ്ത തെറ്റ് വേറൊരു വ്യക്തിയുടെ ഭാര്യയെ തൻ്റെ ഭാര്യയാക്കാൻ ശ്രമിച്ചു. അതേപോലെ നിങ്ങൾക്കറിയാം ഭീഷ്മ പിതാമഹൻ, ഭീഷ്മരെന്ന് കേട്ടിട്ടുണ്ടാവും, ഞാൻ തെറ്റിദ്ധരിക്കുന്നു. ഭീഷ്മര് മഹാഭാരതത്തിലെ കഥാപാത്രമാണ്. ആ ഭീഷ്മര് മാത്രം ശരശയ്യയെ കിടക്കാൻ കാരണം എന്താ? ദുര്യോധനൻ പോലും ശരശയ്യയെ കിടന്നില്ല. എത്രയോ ദുഷ്ടമനസ്സുള്ളവർ അപ്പുറത്തുണ്ട്. ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം നടത്തിയ ദുശാസനൻ പോലും ശരശയ്യയെ കിടന്നില്ല. ധർമ്മം അറിയാവുന്ന ആൾ, അത്രയും ധർമ്മബോധമുള്ള ഭീഷ്മര് മാത്രം എന്തുകൊണ്ട് ശരശയ്യയിൽ കിടന്നു? ഉത്തരം ലളിതമാണ്. രാഷ്ട്രത്തെ സംരക്ഷിച്ചു കൊള്ളാം എന്ന് പ്രതിജ്ഞയെടുത്ത ഭീഷ്മര് രാഷ്ട്രത്തെ ഭരിക്കുന്നവരെ സംരക്ഷിച്ചു കൊള്ളാം എന്ന പ്രതിജ്ഞയാക്കി മാറ്റി. അതാണ് അബദ്ധം പറ്റിയത്. രാഷ്ട്രത്തെ സംരക്ഷിച്ചു കൊള്ളാം എന്നുള്ള പ്രതിജ്ഞയാണ് ഭീഷ്മ പ്രതിജ്ഞ. പക്ഷെ അദ്ദേഹം ധരിച്ചു രാഷ്ട്രത്തെ ഭരിക്കുന്നവരെ സംരക്ഷിക്കലാണ് എൻ്റെ ദൗത്യം. അപ്പം എന്തു ചെയ്തു? അധർമ്മത്തിൻ്റെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് അധർമ്മത്തെ ജയിപ്പിക്കാൻ കൗരവർക്ക് വേണ്ടി ഭീഷ്മര് യുദ്ധം ചെയ്തു. അധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്തു, കൗരവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. അധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി യുദ്ധം ചെയ്തപ്പോൾ പരിണതഫലം ആ അധർമ്മ കർമ്മത്തിൻ്റേത് അനുഭവിക്കേണ്ടി വന്നു. മറ്റുള്ളവർക്ക് എന്തുകൊണ്ടത് വേണ്ടി വന്നില്ല? അവർ ചെയ്യുന്നത് അധർമ്മമാണെന്ന് അവർക്കറിഞ്ഞൂടാ. ഭീഷ്മർക്കറിയാം. ഭീഷ്മർക്ക് നല്ലോണം അറിയാം താൻ ചെയ്യുന്നത് അധർമ്മമാണ് എന്ന്. എന്താ അതങ്ങനെ പറയാൻ കാരണം? ഗോപാലകൃഷ്ണൻ എങ്ങനെ അറിയാം ഭീഷ്മര് ചെയ്യുന്നത് അധർമ്മമാണെന്ന്? ഭീഷ്മർക്കറിയാമെന്ന് ഭീഷ്മര് തന്നെയാണ് അർജുനനോട് പറഞ്ഞത്. നിന്റെ മുമ്പിൽ ശിഖണ്ഡിയെ നിർത്തിയിട്ട് എൻ്റെ നേർക്ക് അസ്ത്രമയക്കാൻ. അപ്പം ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ മുമ്പിൽ ശിഖണ്ഡിയെ നിർത്തിയിട്ട് എന്നെ വധിക്കാനായിട്ട് പറഞ്ഞത്? അപ്പം അധർമ്മവും അനീതിയും അന്യായവും വ്യക്തമായിട്ടറിയാമായിരുന്നിട്ടും ഭീഷ്മര് അധർമ്മത്തിൻ്റെ പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്തതിൻ്റെ പരിണത ഫലം നേടിയിടാം, നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. എന്ത് അന്വർത്ഥമായ വരിയാണ്! നമ്മുടെ കർമ്മത്തിൻ്റെ ബലം തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. രാവണൻ എന്തുകൊണ്ട് ശ്രീരാമൻ്റെ അസ്ത്രമേറ്റ് വീണ് മരണമടയേണ്ടി വന്നു? വില്ലാളി വീരൻ, വീരശൂര പരാക്രമി, 10 തലയുടെ കപ്പാസിറ്റിയുള്ള രാക്ഷസ കുലത്തിൽ ജനിച്ച ആള് ചെയ്ത തെറ്റ് വേറൊരു വ്യക്തിയുടെ ഭാര്യയെ തൻ്റെ ഭാര്യയാക്കാൻ ശ്രമിച്ചു. അതേപോലെ നിങ്ങൾക്കറിയാം ഭീഷ്മ പിതാമഹൻ, ഭീഷ്മരെന്ന് കേട്ടിട്ടുണ്ടാവും, ഞാൻ തെറ്റിദ്ധരിക്കുന്നു. ഭീഷ്മര് മഹാഭാരതത്തിലെ കഥാപാത്രമാണ്. ആ ഭീഷ്മര് മാത്രം ശരശയ്യയെ കിടക്കാൻ കാരണം എന്താ? ദുര്യോധനൻ പോലും ശരശയ്യയെ കിടന്നില്ല.
എത്രയോ ദുഷ്ടമനസ്സുള്ളവർ അപ്പുറത്തുണ്ട്. ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം നടത്തിയ ദുശാസനൻ പോലും ശരശയ്യെ കിടന്ന് ആചാര്യരുടെ പ്രതിമ വെച്ചിട്ടാണ് അസ്ത്രവിദ്യ അഭ്യസിച്ചത്. അപ്പോൾ ദ്രോണാചാര്യർക്ക് ഒരു കാരണവശാലും ഗുരുദക്ഷിണ നൽകേണ്ട ആവശ്യമില്ല. എന്നിട്ടും അദ്ദേഹം ഗുരുദക്ഷിണ ചോദിച്ചു. അതിൻ്റെ പരിണതഫലം, ആ കർമ്മഫലമാണ് അശ്വത്ഥാമാവ് മരിച്ചു എന്ന് കേട്ട് ഹൃദയം പൊട്ടി മരിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെയുള്ള ദുര്യോഗം ഉണ്ടായത്. അപ്പോൾ ഇന്നും നമ്മൾ ചിന്തിക്കാനുള്ളത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ്, കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത അനവധി കർമ്മങ്ങളുടെ ഫലങ്ങളാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ആവാൻ കാരണം. അപ്പം നമ്മൾ ഇങ്ങനെ ആവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താ ഒറ്റ വരിയിൽ ഉത്തരം? കഴിഞ്ഞ ജന്മത്തെ ചെയ്ത നന്മകളും തിന്മകളും ചേർത്ത് ആത്മാവ് തിരഞ്ഞെടുത്ത ശരീരമാണ് ഇത്. ഈ ജന്മത്തിൽ ചെയ്ത നന്മകളും തിന്മകളും ഈ ജന്മത്തിൽ അനുഭവിച്ച് തീർത്തിട്ടില്ലെങ്കിൽ എൻ്റെ ആത്മാവ് ആ ആത്മാവ് കർമ്മബലവും കൊണ്ട് വേറൊരു ശരീരത്തെ തിരഞ്ഞെടുക്കും. എത്ര കാലം ഇത് സംഭവിക്കും? വളരെ ലളിതമായൊരു ഉത്തരം. ആത്മാവ് കർമ്മബലവും കൊണ്ടുപോകുമ്പോൾ 80% പാപവും 20% പുണ്യവുമാണെങ്കിൽ നമ്മുടെ ആത്മാവ് രണ്ടാമത്തെ ലെവലിൽ നിൽക്കുന്നു. രണ്ടാമത്തെ ലെവല് 60% പാപവും 40% പുണ്യവുമാണെങ്കിൽ മൂന്നാമത്തെ ലെവല്. 40% പാപവും 60% പുണ്യവുമാണെങ്കിൽ നാലാമത്തേത്. 20% പാപവും 80% പുണ്യവുമാണെങ്കിൽ അഞ്ചാമത്തേത്. 100% പുണ്യമാണെങ്കിൽ ആറാമത്തേത്. ആറാമത്തെ ലെവല് കഴിഞ്ഞാൽ ഇൻഡിവിഡ്വൽ സോൾ വിൽ ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ കോസ്മിക് സോൾ. ജീവാത്മാവ് പരമാത്മാവിൽ അലിഞ്ഞു ചേർന്നാൽ പിന്നെ ജനനമില്ല, മരണമില്ല. നമ്മൾ പണ്ട് ഒരു മലയാളത്തിലെ കീർത്തനം ചൊല്ലാറില്ലേ? പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാതും ശിവശംഭോ. മലയാളമായ സ്ഥിതിക്ക് നിങ്ങൾ മലയാളികളാണ്, കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ 6 പടികളുണ്ട്. ഈ 6 പടിയും ഗോപാലകൃഷ്ണൻ പറഞ്ഞതല്ല, 6 പടിയും ബ്രയൻ എൽ വൈസ് പറഞ്ഞതാ. ആ ബ്രയൻ എൽ വൈസിൻ്റെ പുസ്തകത്തിലുള്ളതാണ്. അപ്പോൾ ഭഗവത്ഗീതയിൽ പറയുന്നതും നമ്മുടെ കീർത്തനത്തിൽ പറയുന്നതും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭഗവത്ഗീതയിൽ എഴുതിയതും 5 വർഷങ്ങൾക്ക് മുമ്പ് ബ്രയൻ എൽ വൈസിൻ്റെ പുസ്തകത്തിൽ എഴുതിയതും ഒരേ എക്സ്പ്ലനേഷനാണ്. അപ്പം നമ്മളൊക്കെ ഇപ്പോൾ ഏത് അവസ്ഥയിലാണെന്ന് ചോദിച്ചാൽ ഇവിടെ നിന്ന് നോക്കിയാൽ എനിക്ക് പറയാൻ സാധിക്കും, നമ്മളെല്ലാവരും ഏതാണ്ട് രണ്ടാമത്തെ ലെവലിലാണ് നിൽക്കുന്നത്. ഇനി 3 കഴിഞ്ഞ് 4 കഴിഞ്ഞ് 5 കഴിഞ്ഞ് 6 കഴിയുമ്പോഴത്തേക്കും ഒരു 10,200 വർഷം കഴിയും. അതും ഇപ്പം കയ്യിലിരിപ്പ് മാതിരി ഉള്ളത് തന്നെയാണെങ്കിൽ ഒരു സംശയമില്ല, രണ്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കും. രണ്ടിൽ തന്നെ 10 ദിവസം പരോള് കിട്ടിയെന്ന് പറഞ്ഞ് കൂടാനൊന്നും പോണില്ല. പരോള് കിട്ടിയാലൊന്നും മാറുമൊന്നുമില്ല, അതും അനുഭവിക്കണം. ഈ 200 കോടി കരുണാനിധിയുടെ TV-ക്ക് മേടിച്ചില്ലേ, അവിടെയും അനുഭവിക്കണം. 1,60,758 കോടി അതും അനുഭവിക്കണം. ഇതൊക്കെ അനുഭവിച്ച് തീർക്കലാണ്. ഇവിടെ വെച്ച് തന്നെ തീർത്താൽ അടുത്ത ജന്മത്തിലേക്ക് കൊണ്ടുപോവില്ല. അതുകൊണ്ടായിരിക്കും 1970 ഫെബ്രുവരി 18 വർഗീസിനെ കൊന്ന ആ തെറ്റിൽ IG ലക്ഷ്മണയ്ക്ക് അല്ലേ, IG ലക്ഷ്മണയ്ക്ക് ജയിൽവാസം കിട്ടിയത്. അടുത്ത ജന്മത്തിലേക്ക് കൊണ്ടുപോകണ്ട, ഇവിടെ വെച്ച് തന്നെ തീർത്തിട്ട് അങ്ങോട്ട് പൊക്കോളനായിരിക്കും. നല്ല മനുഷ്യനായതുകൊണ്ടായിരിക്കും അത് സംഭവിച്ചത്. ഇവിടെ വെച്ച് തന്നെ എല്ലാം തീർത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജന്മത്തിലേക്കൊന്നും കൊണ്ടുപോകണ്ട. വളരെ പെട്ടെന്ന് ചിലപ്പോൾ ആത്മാവ് ഉയർന്ന 4ാമത്തെ ലെവലിൽ എത്തിയെന്ന് വരും. അപ്പോഴും IG ആയാൽ പിന്നെ 3ാമത്തെ ലെവലിലേക്ക് പിന്നെയും വരും. അപ്പം അതുകൊണ്ട് IG ആവണ്ടെന്ന് പറയുകയാണ് നല്ലത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ ലെവല് കൃത്യമായിട്ട് പറയാം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഭാരതീയ പൈതൃകത്തിലെ പൂർവജന്മ കർമ്മബലം, സഞ്ചിത കർമ്മം, ആർജിത കർമ്മം, പ്രാരബ്ധകർമ്മം, പാപം, പുണ്യം, പാപകർമ്മം, പുണ്യകർമ്മം, ഇതെല്ലാം പ്യുവർ സയൻസാണ്. ശാസ്ത്രം എന്ന വാക്കല്ല ഞാൻ ഉപയോഗിക്കുന്നത്. പ്യുവർ സയൻറ്റിഫിക്കായിട്ട് മനഃശാസ്ത്രപരമായിട്ട് വിവരിക്കാൻ സാധിക്കും. അപ്പോഴും നമ്മുടെ മുമ്പിൽ നല്ലൊരു സൊല്യൂഷൻ ഉണ്ട്. എന്താ സൊല്യൂഷൻ?
ചിരിച്ചുകൊണ്ട് ജീവിക്കുന്നിടത്തോളം നല്ല കാര്യങ്ങൾ ചെയ്യുക. ആരെങ്കിലും കൈക്കൂലി തരികയാണെങ്കിൽ ഓർമ്മിക്കുക, അയാൾ 500-ൻ്റെ നോട്ട് തലയ്ക്ക് ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞ് മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞിട്ടാ തരിക. ലോകത്തിൽ ആരും കൈക്കൂലി സന്തോഷത്തോടുകൂടി തരില്ല, മുടിഞ്ഞു പോട്ടെ. അപ്പം അയാളുടെ പാപവും കൂടി നമ്മുടെ തലയിലായി. അവനവൻ ചെയ്തത് മാത്രമല്ല, അയാൾ ഒഴിഞ്ഞു തന്നതും കൂടി നമ്മുടെ ഇതിലായി. പണ്ട് ശബരിമല അമ്പലത്തിൽ ഭണ്ണാരം എണ്ണാൻ ഡെയിലി വേജസിന് ചില പിള്ളേരെ എടുക്കുന്ന കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പയ്യൻ എന്ത് ചെയ്തു, ഭണ്ണാരം എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വർണത്തിൻ്റെ കഷ്ണം കിട്ടി. അത് അയാൾ വിഴുങ്ങി. ആ സ്വർണത്തിൻ്റെ കഷ്ണം വിഴുങ്ങി പുറത്തേക്ക് വരുമ്പോൾ മെറ്റൽ ഡിറ്റക്ടർ കണ്ടുപിടിച്ചു. അയാൾ വയറ്റിലുണ്ട്. എന്നിട്ട് അയാൾക്ക് മഗ്നീഷ്യം സൾഫേറ്റ് കൊടുത്ത് ലൂസ് മോഷനിലൂടെ ആ സ്വർണം എടുത്തു. അപ്പം ഞാൻ എന്താ പറയാൻ ആഗ്രഹിച്ചത്, ആ സ്വർണം ആ ഭണ്ണാരത്തിലിട്ട വ്യക്തി ഒരു ലെപ്രസി പേഷ്യൻ്റ് ആണെന്ന് വിചാരിക്കാം. ലെപ്രസി പേഷ്യൻ്റ് ഇട്ട് തലയ്ക്ക് ഒഴിഞ്ഞ് ശാസ്താവിന് നേരെ ഭണ്ണാരത്തിലിട്ടു. ആ സ്വർണം വയറ്റിൽ കൂടെ പുറത്തേക്കും പോയി. ഇപ്പോൾ വയറ്റിൽ അവശേഷിച്ചത് എന്താ, ആ ലെപ്രസിയുടെ ഫലം. കക്കണോ? ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നമുക്ക് അർഹതപ്പെടാത്തത് എടുക്കാതിരിക്കുക, ഉള്ളത് മതി. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നു, കുറേ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാം. സാധിക്കില്ല. ഈ കുറച്ചുള്ളത് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിച്ചാൽ വളരെ ധന്യമായൊരു ജീവിതം ആക്കി അതിനെ മാറ്റാൻ സാധിക്കും. ആ ജീവിതമാണ് നമ്മൾ എത്രത്തോളം സാമ്പത്തികമായിട്ട് വളരുമ്പോൾ, എത്രത്തോളം അബ്നോർമലായിട്ട് പോകുന്നോ അത്രയും മക്കളിൽ അബ്നോർമാലിറ്റി വളരും. കുറേ കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കും, ഞാൻ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി, എൻ്റെ 2 മക്കളും എന്നെ തിരിഞ്ഞു നോക്കണില്ല, ഓരോരുത്തരും ഓരോ സ്ഥലത്തേക്ക് പോയി. എന്തൊരു ജന്മമാണ് ഈശ്വര, അടുത്ത ജന്മം എനിക്ക് ഇങ്ങനെ വേണ്ട. ഇത് തുടക്കത്തിലൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, തുടക്കത്തിലൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ, സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ. മക്കളുടെ കൂട്ടത്തിൽ നന്മ പറഞ്ഞു കൊടുത്ത് ലഭിക്കുന്ന സമ്പത്ത് കൊണ്ട് വളരെ ചൈതന്യവത്തായ ഒരു ധന്യമായ ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുമെങ്കിൽ, ഇപ്പം ഞങ്ങൾ വന്നത് നെടുമുടി വഴിക്കാം. നെടുമുടിയിൽ ബീവറേജസ് കോർപ്പറേഷൻ്റെ ഒരു കടയുണ്ട്. ആ കടയുടെ മുമ്പിൽ തിരക്ക് തൃശ്ശൂർ പൂരം മാതിരിയാണ്. ബീവറേജസ് കോർപ്പറേഷൻ്റെ മുമ്പിൽ തിരക്ക്. ഇതൊക്കെ കൂടി അടിച്ച് അവസാനം ലിവർ ഇല്ലാതെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും പലരും ചോദിക്കും, സാറിന് വിഷമമൊന്നും ഇല്ലല്ലോ, ആ സുഖം തന്നെയല്ലേ? എന്ത് സുഖാടോ, ഇവിടെയുള്ള പകുതി ഇല്ല അകത്ത്. അതെന്താ പോയത്? ലിക്കറടിച്ചിട്ടാ. ആ ലിക്കറടിച്ചപ്പോൾ കിട്ടിയ സുഖം 99% ഉറങ്ങിപ്പോയി. ലിക്കറടിച്ച് 10 മിനിറ്റ് കഴിയുമ്പോൾ ഉറങ്ങുന്നതാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അത് ഉറങ്ങിക്കഴിഞ്ഞാൽ ആ സുഖവും പോയി. പക്ഷെ ഉറക്കം വരാതെ ഈ ലിവർ പോയവൻ 16,000 രൂപ കൊടുത്ത് കിഡ്നിയും പോയപ്പോൾ ഡയാലിസിസ് ചെയ്ത് ജീവിക്കുമ്പോൾ കൈ 2 കൂപ്പി പ്രാർത്ഥിക്കില്ലേ, ഈ ജന്മം ഒന്ന് അവസാനിച്ചാൽ മതി ഈശ്വരാന്ന്. അതിനെന്താ പറയുക? ചെയ്തു കൂട്ടിയ കർമ്മബലം. ഈ ജന്മത്തിൽ ചെയ്തു കൂട്ടിയ കർമ്മബലമാണത്, കഴിഞ്ഞ ജന്മത്തിലെ അല്ല. അതുകൊണ്ട് ഈ ജന്മത്തിലും നല്ലത് ചെയ്യാം. കഴിഞ്ഞ ജന്മത്തിലെ ഒന്നും നമുക്കിപ്പോൾ ചെയ്യാൻ തിരുത്താൻ പറ്റില്ല. അതുകൊണ്ട് സാധിക്കുന്നിടത്തോളം എൻ്റെ മുമ്പിൽ ശ്രദ്ധിച്ചിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രം, നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ ഇത്രയും അധികം വിഷമമൊന്നുമില്ല. വളരെ സുഖമാണ്, സന്തോഷത്തോടു കൂടിയാണ്. ഈ ലോകത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ എല്ലാവരിലും മാറ്റം വരുത്തണ്ട, എന്നിൽ മാറ്റം വരുത്തിയാൽ മതി. നിങ്ങളെയെല്ലാം പച്ചയായിട്ട് കാണണമെങ്കിൽ ഇവിടെ പച്ച പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല. പച്ച നിറത്തിലുള്ള ഗ്ലാസ്സുള്ള ഒരു കണ്ണട ഞാൻ വെച്ചാൽ ഇവിടെ മുഴുവനും പച്ചയായിട്ട് എനിക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്നിൽ മാറ്റം വരുത്തിയാൽ ചുറ്റുപാടുകളിൽ മാറ്റം ഉണ്ടാവും. ആ മാറ്റം നമ്മളിൽ വരുത്തുക എന്നുള്ളത് മനസ്സിലാണ് ആദ്യം വേണ്ടത്. ആ മനസ്സ് മാറിയാൽ ഈ ലോകത്തിലെ എല്ലാ സംഭവങ്ങളും നമുക്ക് വേദന ഉണ്ടാക്കില്ല. ഈവൻ വേദന ഉണ്ടാക്കുന്നത് പോലും നല്ലതാണെന്ന് തോന്നും. അതാണ് കുന്തി ദേവിയുടെ അടുത്ത് ശ്രീകൃഷ്ണൻ ചോദിച്ചു. കുന്തി ദേവിയോട് ശ്രീകൃഷ്ണൻ ചോദിച്ചു, അമ്മേ, അമ്മയ്ക്ക് എന്ത് വരാണ് വേണ്ടത്? ഉടനെ കുന്തി ദേവി പറഞ്ഞു, നിരന്തരം
ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാവണം, നിരന്തരം ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാവണം. അപ്പം കൃഷ്ണൻ കുന്തിയോട് ചോദിച്ചു, എല്ലാവരും വരം ചോദിക്കുന്നത് നല്ല ഒരു കൊട്ടാരം വേണം, സുഖം വേണം, സന്തോഷം വേണമെന്നാണ്. അമ്മ മാത്രം കഷ്ടപ്പാട് വേണമെന്നാണ് വരം ചോദിച്ചത്. എന്താ കാരണം? ഉടനെ കുന്തി മറുപടി പറഞ്ഞു, കൃഷ്ണ, കഷ്ടപ്പാട് വരുമ്പോൾ മാത്രമേ മനുഷ്യർ നിന്നെ എപ്പോഴും ഓർമ്മിക്കുള്ളൂ. അപ്പം എനിക്ക് എന്നും കഷ്ടപ്പാടാണെങ്കിൽ എന്നും നിന്നെ ഓർമ്മിക്കാമല്ലോ. എനിക്ക് നിന്നെ എന്നും ഓർമ്മിച്ചാൽ എൻ്റെ മനസ്സെന്നും നന്മ നിറഞ്ഞതായിത്തീരും കൃഷ്ണ, അത് മതി എന്ന് പറഞ്ഞത്. ഈ ഇതിഹാസത്തിലെയും പുരാണത്തിലെയും കഥകളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, സുഖവും സന്തോഷവും അന്വേഷിച്ച് ലോകത്തിൽ ഒരിടത്തും പോവേണ്ട, ഇവിടെ തന്നെ ഉണ്ടത്, ഇവിടെ തന്നെ ഉണ്ട്. പാട്ട് ചെവിയിൽ കൂടെ അകത്തേക്ക് കേൾക്കണം, ദൃശ്യം കണ്ണിൽ കൂടെ അകത്തേക്ക് പോകണം, വാസന മൂക്കിൽ കൂടെ അകത്തേക്ക് പോകണം, സ്വാദ് നാവിൽ കൂടെ അകത്തേക്ക് പോകണം, അതേപോലെ തന്നെ തണുപ്പും ചൂടും ത്വക്കിൽ കൂടെ അകത്തേക്ക് പോകണം. പക്ഷേ സന്തോഷം എന്നുള്ളത് പുറത്ത് നിന്ന് അകത്തേക്ക് പോവുകയല്ല, അകത്ത് നിന്ന് പുറത്തേക്ക് വരികയാണ് വേണ്ടത്. ആ ജീവിതത്തെ ധന്യമാക്കാനാണ് മനസ്സിൽ മാറ്റം വരുത്തണം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതത്തിൽ ആര് വലുത് ആര് ചെറുത് ഒന്നുമില്ല. തിരുവനന്തപുരത്ത് എനിക്ക് അറിയപ്പെടുന്നൊരു ഡോക്ടർ, കണ്ണാശുപത്രിയിലെ സൂപ്രണ്ടായിരുന്നു, കൊല്ലത്തെ കണ്ണാശുപത്രിയിലെ സൂപ്രണ്ട്, നല്ലൊരു മനുഷ്യൻ, രാജകീയ പ്രൗഢിയുള്ളൊരു മനുഷ്യൻ. രാവിലെ 7 മണിക്ക്, കഴിഞ്ഞ മാസം രാവിലെ 7 മണിക്ക് ഭാര്യയും അദ്ദേഹവും സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു, ഭാര്യ ഇടത്തോട്ട് പതുക്കെ ചെരിഞ്ഞു. ഉടനെ തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ കൊണ്ടുപോയി. അവർ രാവിലെ 8 മണിക്ക് അഡ്മിറ്റ് ചെയ്ത പേഷ്യൻറ്റിനെ രാത്രി 9 മണിയായിട്ടും പരിശോധിച്ചില്ല. 9:30 മണിക്ക് ഡോക്ടറുടെ ഭാര്യ മരിച്ചു. ആലോചിച്ച് നോക്കാം. എന്ന് വേണമെങ്കിലും നമ്മളുടെ മരണം നമ്മുടെ കൂട്ടത്തിലുണ്ട്, അത് നമ്മളുടെ കയ്യിലല്ല. ഈ ലോകത്തിൽ നമുക്ക് എന്ന് ജനിക്കണമെന്ന് മരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. ആണായിട്ട് ജനിക്കണമോ പെണ്ണായിട്ട് ജനിക്കണമോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. ഏത് വീട്ടിൽ ജനിക്കണം, ഏത് അമ്മയുടെ മകനായി ജനിക്കണമെന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യം ഇല്ല. തൊലി വെളുത്തത് വേണോ കറുത്തത് വേണോ എന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യം ഇല്ല. കാവ്യ മാധവനെ പോലെ ആവണോ നവ്യ നായരെ പോലെ ആവണോ തീരുമാനിക്കാൻ സ്വാതന്ത്ര്യം ഇല്ല. സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ആവണോ അമിതാഭ് ബച്ചനെ പോലെ ആവണോ തീരുമാനിക്കാൻ സ്വാതന്ത്ര്യം ഇല്ല. തിന്മ നിറഞ്ഞ മനസ്സിനെ നന്മ നിറഞ്ഞതാക്കണമോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മനസ്സിനെ മാറ്റം വരുത്താനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ആ മനസ്സിൽ മാറ്റം വന്നാൽ നമ്മുടെ മുമ്പിൽ കാണുന്ന ഓരോന്നും നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോഴാണ് ഈ മനസ്സിൽ നിന്ന് ചിന്തകളും കർമ്മങ്ങളും വരിക. ആ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. ചിലപ്പോൾ ചിലരോട് ഞാൻ പറയാറുണ്ട്, കർമ്മം ചെയ്യുന്നതിൽ നിന്ന് സന്തോഷം കണ്ടെത്തുക. കർമ്മബലം പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യുക. എന്ത് സംഭവിക്കട്ടെ, ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. എൻ്റെ അമ്മയെ ചികിത്സിക്കുന്ന, എൻ്റെ അമ്മയെ ഞാൻ പരിചരിക്കുന്ന ആ മനസ്സാന്നിധ്യത്തോടു കൂടി എൻ്റെ സമൂഹത്തെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിനെയും ഞാൻ നന്മയിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചാൽ ഈ ലോകത്തിലെ ജീവിതം ധന്യമായ ഒരു ജീവിതമാക്കി മാറ്റാൻ സാധിക്കും. ആ ധന്യതയ്ക്ക് പുറത്തെവിടെ അന്വേഷിച്ചാലും കിട്ടില്ല. ചിലപ്പോൾ ചിലർ പറയാറുണ്ട്, സാറേ ഞാൻ അനുഭവിക്കുന്ന ദുഃഖം സാറൊന്ന് തിരിച്ചറിയണം. ഞാൻ അയാളോട് പറയാറുണ്ട്, ദുഃഖങ്ങളെല്ലാം ഒരു പേപ്പർ എടുത്ത് എഴുതുക. ഒരു പേപ്പർ എടുത്ത് ഒന്നാമത്തെ ദുഃഖം, രണ്ടാമത്തെ ദുഃഖം, മൂന്നാമത്തെ ദുഃഖം. ഞാൻ മുമ്പിലിരുന്നു, അയാൾ എല്ലാ ദുഃഖവും എഴുതി. 1/2 മണിക്കൂർ കഴിഞ്ഞ് എൻ്റെ കയ്യിൽ തന്നു. എന്താ തന്നത്? എനിക്ക് ഒരു ദുഃഖവും ഇല്ല എന്ന് മനസ്സിലായത് ഇപ്പോഴാണ്. ഞാൻ അനുഭവിക്കുന്ന ദുഃഖം സാറിന് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞ് ഞാൻ A4 സൈസിലെ പേപ്പറും പേനയും കൊടുത്തതാ. അയാൾ കുറേ എഴുതാൻ ശ്രമിച്ചു, ഒന്നും കിട്ടണില്ല. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എഴുതി തന്നു. ഒരു ദുഃഖവും ഞാൻ അനുഭവിക്കുന്നില്ലെന്ന് മനസ്സിലായത് ഇപ്പോഴാണ്. അപ്പം നമ്മളുടെ മനസ്സാണ് ദുഃഖത്തിലൂടെ ഇങ്ങനെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് പോവാണ്. എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നു ദുഃഖമാണെന്ന്.
നമുക്ക് സന്തോഷമുണ്ടാവുമ്പോഴും ചിലപ്പോൾ ദുഃഖമാണ്. അപ്പം സന്തോഷിക്കാൻ എങ്ങനെയാണ് സാധിക്കുക? ഒരു കപ്പ് ചായ കുടിക്കുമ്പോൾ സ്ലോ ആയിട്ട് ചായ കുടിക്കുക. ഒരു പാട്ട് കേൾക്കുമ്പോൾ വേറൊരു കാര്യം ചെയ്യാതിരിക്കുക, ആ പാട്ട് നല്ലോണം കേൾക്കുക. ഒരു സിനിമ കാണുമ്പോൾ നന്നായിട്ട് ആ സിനിമ കാണുക. ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ സ്ലോയിൽ ഭക്ഷണം കഴിക്കുക. കാരണം ആ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുക. നമ്മൾ എവിടേക്കെങ്കിലും യാത്ര പോകുമ്പോൾ ആ യാത്ര ആസ്വാദ്യകരമാക്കുക. നമ്മളുടെ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ ആ ഒരുമിച്ചിരിക്കൽ ആസ്വാദ്യകരമാക്കുക. അമ്പലത്തിൽ പോകുമ്പോൾ വേഗം പോയിട്ട് വേണം എനിക്കിപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകാൻ, വേഗം പുറപ്പെടാൻ. ആ യാത്ര മൊത്തം കൊളായി. ഒരു അരമണിക്കൂർ വൈകി അല്ലെങ്കിൽ പോകണ്ടെന്ന് വെക്കുക. ചായ ധൃതി പിടിച്ച് കുടിക്കുന്നതിന് പകരം വേറൊരു ഓപ്ഷൻ ഉണ്ട്, ചായയേ കുടിക്കണ്ടെന്ന് വെച്ചൂടെ. ഈ ധൃതി പിടിച്ച് എന്തിനാ ഈ ആന വെള്ളം കുടിക്കണ മാതിരി ചായ കുടിക്കണേ? അപ്പോൾ എല്ലാം നമ്മുടെ മുമ്പിൽ ഓപ്ഷൻ ഉണ്ട്. സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ഒരാളോട് സംസാരിക്കുമ്പോൾ മുഖം ചിരിച്ച മുഖവുമായിട്ട് സംസാരിക്കുക. ചീഞ്ഞ തണ്ണീർമത്തൻ്റെ മുഖം ഒഴിവാക്കുക. അതേപോലെ എല്ലാവർക്കും നന്മ വരുത്താൻ വേണ്ടിയിട്ടുള്ളൊരു മനസ്സുണ്ടാവുക. ഹിഡൻ അജണ്ട ഉണ്ടാവാതിരിക്കുക. ഇടയ്ക്കെങ്കിലും പറയാം നന്നായി വരും കേട്ടോ. മക്കളുടെ അടുത്ത് ചിരിച്ചുകൊണ്ട് സംസാരിക്കുക. അവരുടെ തലയ്ക്ക് ഒന്ന് കൈവച്ച് പറയുക, നിന്നെപ്പോലൊരു മകനെ കിട്ടിയത് അച്ഛൻ്റെ പുണ്യമാണ്, നിന്നെപ്പോലൊരു മകളെ കിട്ടിയത് അമ്മയുടെയും അച്ഛൻ്റെയും പുണ്യമാണ്. ഒരൊറ്റ പൈസ ചിലവില്ല, എന്നാലും നമ്മളത് പറയില്ല. നമുക്കത് പറഞ്ഞൂടെ? ഭാര്യ സാമ്പാർ ഉണ്ടാക്കി, സാമ്പാർ നന്നായിട്ടുണ്ട് കേട്ടോ എന്നൊരു വരി പറയാൻ എന്താ ഇത്ര കുഴപ്പമുള്ളത്? കാപ്പി മോശമായിട്ടുണ്ട്, കാപ്പിക്ക് ഒരിത്തിരി പഞ്ചസാരയും കൂടിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ട്, നന്നാവും. ആ നെഗറ്റീവിനെ പോലും നമുക്ക് പോസിറ്റീവാക്കി പറഞ്ഞാൽ വീട്ടിനകത്ത് എന്തൊരു നല്ല അന്തരീക്ഷം ഉണ്ടാവുക. നമ്മളെപ്പോഴും മറ്റുള്ളവർ ഒരു വിരൽ ഒരാളിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ 3 വിരൽ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നു അല്ലേ? ഒരു വിരൽ അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കുമ്പോൾ 3 വിരൽ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നു. ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒന്നും ആത്മീയതയല്ല, മതവുമല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞത് പ്യുവർലി സയൻസാണ്. ജീവിതത്തിലെ പുണ്യം, പാപം, സ്വർഗം, നരകം, സഞ്ചിത കർമ്മം, ആർജിത കർമ്മം, പ്രാരബ്ധ കർമ്മം, ഇങ്ങനെയുള്ള 8 വാക്കുകൾ പഠിച്ചാൽ നമ്മൾ റോട്ടിലൂടെ നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പം തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കാനും വലിയ വിഷമമൊന്നും ഉണ്ടാവില്ല. ഞാൻ ഡോക്ടറാണ്, തട്ടുകടയിൽ നിന്ന് ചായ കുടിച്ചാൽ എന്താവും? ഒരു ചുക്കും ആവില്ല. തട്ടുകടയിൽ നിന്ന് വേണമെങ്കിൽ തട്ടുകടയിൽ നിന്ന് കുടിക്കാം. ഞാൻ സന്യാസിയാണ്, റോട്ടിൽ നിന്ന് ചായ കുടിച്ചാൽ, സന്യാസി റോട്ടിൽ നിന്ന് ചായ കുടിച്ചാൽ എന്താ? ഒരു കുഴപ്പമില്ല. ചിക്കൻ ഗുനിയ ഉണ്ടെങ്കിൽ കഴിക്കണ്ട, അല്ലെങ്കിൽ കഴിച്ചാൽ എന്താ കുഴപ്പം? ഒന്നും ആവില്ല. നമ്മുടെ തോന്നലാണ് ഞാൻ ഇന്നതൊക്കെയാണ്, അത് കാരണം പറ്റില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ തന്നെയാണ് നമ്മളുടെ ചില നന്മകളും തിന്മകളും ഒക്കെ ഉണ്ടാക്കുന്നതും നന്മകൾ വളർത്തേണ്ടതും. വളരെ ലളിതമായ രീതിയിൽ ഞാൻ പറഞ്ഞു. പക്ഷേ ഒരു കാരണവശാലും ഞാൻ വിചാരിച്ചില്ല ഒറ്റ ആൾ കൂട്ടുവായ വിടാതെ ഇങ്ങനെ ഇരിക്കുന്ന. അതായത് ഞാൻ ഒരു ഗ്രാമാന്തരീക്ഷമാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു, പക്ഷെ ഇത്രയും ശ്രദ്ധയോടുകൂടി ഇരിക്കും എന്ന് എനിക്കറിയാം. എന്തായാലും ഒരു കാര്യം ഉറപ്പ് തരുന്നു, ഇനിത്തെ പ്രാവശ്യം വരുമ്പോൾ ഒരു 6:30 മണിക്ക് 5:30 മണിക്ക് വരികയാണെങ്കിൽ 3 വാക്ക്: ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. അടുത്ത 3 വാക്ക്: ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ, നിബോധത. ഈ 3+3 6 വാക്കുകൾ കൂടി പഠിച്ചാൽ മനസ്സിനകത്ത് അസാധാരണമായ ആത്മവിശ്വാസം വരും. തളർന്ന് ഭാര്യ മരിച്ച് ആത്മഹത്യ ചെയ്യാൻ പോയ ഒരാളായിരുന്നു കഴിഞ്ഞ ആഴ്ച എന്നെ വന്ന് കണ്ടത്. ലോസ് ഏഞ്ചൽസിൽ നിന്ന് വന്ന് മരിക്കാൻ പോയതാണ്. അയാൾ പറഞ്ഞു, സാറേ ഈ പ്രഭാഷണം കേട്ടതിന് ശേഷം ഇപ്പം എനിക്ക് ഉറപ്പിച്ചറിയാം, ജീവിക്കണം, അതാണ് ജീവിതം എന്ന് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് പോയത്. അപ്പം അടുത്ത എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അന്ന് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി പ്ലസ് ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ, നിബോധത. പിന്നെ നിങ്ങളോട് 1-2 ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജൂലൈ മാസം 30-ാം തീയതി കർക്കിടകത്തിൽ കറുത്ത വാവാണ്. വലിയ അമ്പലമാണ് ഇവിടെ നല്ല രീതിയിൽ പിതൃകർമ്മം ചെയ്യാം. ആരെങ്കിലും വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. അർത്ഥം പറഞ്ഞ് പിതൃകർമ്മം ചെയ്യേണ്ട ദിവസമാണത്. അതല്ല നിങ്ങൾ തൃശ്ശൂരിലേക്ക് വരുന്നുണ്ടെങ്കിൽ തൃശ്ശൂർ കേച്ചേരിക്കടുത്ത് ഞാൻ തന്നെ ആയിരിക്കും മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിൽ അത് നടത്തുന്നത്. അവിടെ ഒരു നോട്ടീസുണ്ട്. യൂസഫ് അലി കേച്ചേരിയുടെ വീടിൻ്റെ പുറകിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. അവിടെ ഒരു 7000-8000 പേര് വരും. രാവിലെ 5 തൊട്ട്
11:30 വരെ അരമണിക്കൂർ ഇൻ്റർവെല്ലിൽ അവിടെ സൗകര്യം ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ സാധിക്കുമെങ്കിൽ, സാറൊക്കെ വരാറുണ്ട്, സാധിക്കുമെങ്കിൽ നിങ്ങൾ വരിക. പിതൃകർമ്മത്തിൽ വളരെ ലിഷർലി 10 ഏക്കർ സ്ഥലത്ത് അതൊരു കാഴ്ചയാണ്. ഒരു 12 മണിക്കൂർ കാണാനുണ്ട് അവിടെ. അതേപോലെ സാധിക്കുമെങ്കിൽ ഡിസംബർ മാസം 23, 24, 25 തീയതികളിൽ എല്ലാ വർഷവും ഡിസംബർ 23, 24, 25 വെള്ളി, ശനി, ഞായർ, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വെള്ളി ശനി വരികയാണെങ്കിൽ ചേർന്നിട്ട് ഭഗവത്ഗീതയിലെ ഒരധ്യായം വിവരിക്കുന്നുണ്ടാവും. ഈ വർഷം കർമ്മയോഗം, കഴിഞ്ഞ വർഷം ജ്ഞാനയോഗം. ഈ 10-60 ശ്ലോകങ്ങൾ ഭാരതത്തിലെ പൈതൃകം മുഴുവനും ചേർത്ത് വിവരിക്കുക. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ താമസിക്കാൻ സൗകര്യമുണ്ട്, നല്ല തണുപ്പുണ്ട്, നല്ല ഭക്ഷണ ക്രമീകരണം. സാധിക്കുമെങ്കിൽ നിങ്ങളെല്ലാവരും ഒരു വർഷത്തിൽ 3 ദിവസം അവനവനെ ശുദ്ധീകരിക്കാനായിട്ട് അങ്ങോട്ട് വരാം. ഇവിടെ നിന്ന് വണ്ടി കയറിയാൽ കണ്ണൂർ വണ്ടിയിലോ കോഴിക്കോട് വണ്ടിയിലോ മലപ്പുറം വണ്ടിയിലോ ഗുരുവായൂർ വണ്ടിയിലോ കയറിയാൽ മഴുവഞ്ചേരിയുടെ മുമ്പിൽ ഇറങ്ങാം. ദൂരത്തേക്കൊന്നും പോകണ്ട, മഴുവഞ്ചേരിയുടെ മുമ്പിൽ റിക്വസ്റ്റ് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ ഇറങ്ങാം. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ അവിടെ ഒരു സ്ലിപ്പ് വെച്ചിട്ടുണ്ട്, കുറേ സ്ലിപ്പ് ഒരു ബോക്സിൽ വെച്ചിട്ടുണ്ട്. ആ ഇമെയിൽ അഡ്രസ്സിൽ ക്ലിയറായിട്ട് നിങ്ങളുടെ ഇമെയിൽ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും ഇമെയിൽ കിട്ടും. പിന്നെ ഒരു ചെറിയ ദുഃഖകരമായ വസ്തുത, കഴിഞ്ഞ വർഷം ഞാൻ അരുണാചലിലും ആസാമിലും പോയപ്പോൾ ഭയങ്കരമായിട്ട് മതപരിവർത്തനം നടക്കുന്ന ഒരു കാഴ്ച കണ്ടു. 5 കൊല്ലം മുമ്പ് ഞാൻ പോയപ്പോൾ അരുണാചൽ പ്രദേശിൽ 8 ലക്ഷം ജനങ്ങൾ ഉണ്ടായിരുന്നതിൽ 20,000 പേരായിരുന്നു ക്രിസ്ത്യാനികൾ. ഈ ഡിസംബർ ഞാൻ പോയപ്പോൾ 8.5 ലക്ഷം ജനങ്ങളിൽ 6.5 ലക്ഷം പേരെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ കൺവെർട്ട് ചെയ്തു. അതൊരു വേദനാജനകമായ വസ്തുതയായിരുന്നു. അരുണാചൽ പ്രദേശിൽ കൺവെർഷൻ ബാൻഡാണ്, എന്നിട്ടും ആസാമിലും ഭയങ്കരമായിട്ട് കൺവെർഷൻ നടക്കുന്നു. ആ കൺവെർഷനെ കുറിച്ച് എല്ലാം വിവരിക്കുന്ന കുറച്ച് നോട്ടീസുകൾ അവിടെ ഒരു കസേരയിൽ വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് ഫ്രീ ആയിട്ട് എടുക്കാം. എങ്ങനെയാണ് ബൈബിളിലെ വരികൾ പറഞ്ഞ് ഈ പാവപ്പെട്ടവരെ ഭയപ്പെടുത്തിയിട്ട് കൺവെർട്ട് ചെയ്യുന്നത് എന്ന് അറിയിക്കാൻ ചെറിയൊരു ബുക്ക്ലെറ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതും കസേരയിൽ വെച്ചിട്ടുണ്ട്. ഫ്രീ ആയിട്ട് എടുക്കണം എന്നുള്ളവർക്ക് ഫ്രീ ആയിട്ട് എടുക്കാം. ഒരു 2, 3, 5 രൂപ തരികയാണെങ്കിൽ അതിൻ്റെ പ്രിൻറ്റിങ് കോസ്റ്റായി. അല്ല, പൈസ നിർബന്ധമൊന്നുമില്ല. നോട്ടീസ് ഫ്രീ ആണ്, ബുക്കും ഫ്രീ ആണ്, ആ ചെറിയ ബുക്കും ഫ്രീ ആണ്. പിന്നെ എല്ലാ സ്ഥലത്തും പറയാറുള്ളത് പോലെ എൻ്റെ ഓട്ടോബയോഗ്രഫിയും അതേപോലെ കൈലാസ യാത്രയും പ്ലസ് ജ്യോതിഷത്തെക്കുറിച്ചുള്ളൊരു പുസ്തകവും ധർമ്മശാസ്ത്രത്തെക്കുറിച്ചുള്ള പുസ്തകവും പൈതൃകത്തിൻ്റെ വേദനയും ഹിന്ദു അനുഭവിച്ച ദുഃഖവും എന്നൊരു പുസ്തകവും ഇവിടുത്തെ ധാരാളം പോലീസുകാർ വാങ്ങിക്കുന്നൊരു പുസ്തകമാണ്. അതെല്ലാം അവിടെയുണ്ട്. CD കളുണ്ട്, ഒന്നിനും കോപ്പിറൈറ്റ് ഇല്ല. അതേപോലെ 5 വേദവും അവിടെയുണ്ട്. ഒരു വേദത്തിനും കോപ്പിറൈറ്റ് ഇല്ല. നിങ്ങൾ ലോകത്തിൽ എവിടെ അന്വേഷിച്ചാലും നിങ്ങൾക്ക് വേദം കിട്ടില്ല, ആരുടെ അടുത്ത് അന്വേഷിച്ചാലും കിട്ടില്ല. മലയാള മനോരമ ഒരു വേദം ഇറക്കിയിട്ടുണ്ട്, 1250 രൂപയാണ് ഒരു വേദത്തിന്. നമ്മളുടെ ഇവിടെ ഒരു വേദത്തിന് 150 രൂപയാണ്. DVD ആണ്. DVD പ്ലെയർ ഉള്ളവർ മാത്രമേ വാങ്ങിക്കാവൂ. 40 മണിക്കൂറാണ് ഒരൊറ്റ CD ഒരു വേദം ഉള്ളത്. അങ്ങനെ 5 CD 200 മണിക്കൂറാണ് ഋഗ്വേദം, യജുർവേദം, സമവേദം, അഥർവവേദമുള്ളത്. ഒരു ജന്മത്തിൽ ഒരു വേദമെങ്കിലും നിങ്ങൾ കേൾക്കണം, മറ്റുള്ളവരെ കേൾപ്പിക്കണം. CD കളും VCD കളും കോപ്പിയെടുത്ത് എല്ലാവർക്കും കൊടുക്കാനുള്ള മനസ്സുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും ധന്യമായ മുഖഭാവത്തോടു കൂടി ഇരുന്ന എൻ്റെ കുടുംബാംഗങ്ങളോട് വാക്ക് തരുന്നു. എന്നെങ്കിലും ഇനി ഇതിലേ പോവുകയാണെങ്കിൽ, ഇവിടെ താല്പര്യമുണ്ടെങ്കിൽ ഏത് പട്ടാപ്പകലും ഏത് പാതിരാത്രിക്കും ഇവിടെ വന്ന് ക്ലാസ് എടുക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് ഈ മുഖവും ഈ മനസ്സും ജീവിതാന്ത്യം വരെ നമുക്കെല്ലാവർക്കും നിലനിർത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും ക്ഷേത്ര ഭാരവാഹികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ജഗതീശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ്റെ പ്രണാമം പ്രണാമം പ്രണാമം.